നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ചില പോര് കാണാനും കേൾക്കാനും ഒക്കെ നല്ല രസമാണ്. ഇപ്പോഴിതാ കിറ്റക് സാബു റിപ്പോർട്ടർ ചാനലിനെ എടുത്തൊടുക്കുന്നു. കിറ്റക് സാബു പണ്ടേ വലിയ വാശിക്കാരനാണ്. ബെന്നി ബെഹനാനെ വരെ എടുത്തൊടുത്ത ആ കിറ്റക് സാബു പിന്നീട് PT തോമസിന് നേർക്ക് പണ്ടൊരിക്കൽ തിരിഞ്ഞിരുന്നു. വെല്ലുവിളിച്ചാൽ തിരികെ വെല്ലുവിളിക്കും. അങ്ങനെ ഒരു പ്രത്യേക ഇനമാണ് കിറ്റക് സാബു. ഈ അടുത്ത കാലത്ത് അപ്രതീക്ഷിതമായി 2020 നേരെ BJP സഖ്യത്തിലെത്തി NDAയുടെ ഭാഗമായി. ഇതോടെ എറണാകുളം ജില്ലയിൽ മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ചില പരിഭ്രാന്തികൾ പ്രത്യക്ഷപ്പെട്ടു. കിറ്റക് സാബു NDA മുന്നണിയിലെത്തിയതിന് ഒരു കാരണം കണ്ടുപിടിച്ചു തൊട്ടു പിന്നാലെ റിപ്പോർട്ടർ TV. ഇത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനോടുള്ള പേടിയാണത്രേ. വലിയ തട്ടിപ്പ് വീരനാണ് കിറ്റക് സാബു എന്നൊക്കെ റിപ്പോർട്ടർ തട്ടിവിട്ടു. ഒന്നും രണ്ടുമല്ല, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടർച്ചയായി റിപ്പോർട്ടർ കിറ്റക് സാബുവിനെ അങ്ങ് വെല്ലുവിളിച്ചു. ഇതോടെ സാബു മുണ്ടും മടക്കി കുത്തി കളത്തിലിറങ്ങി. റിപ്പോർട്ടറിനെ ശരിക്കും അങ്ങ് വെല്ലുവിളിച്ചു. എങ്കിൽ നിയമ പോരാട്ടം തന്നെ. ആദ്യം സാബു പറഞ്ഞത് 250 കോടി മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന്. എന്നാൽ അത്രയ്ക്കൊന്നും അങ്ങ് പോയില്ല. 25 കോടി മാനനഷ്ടവുമായി നേരെ സാബു കോടതിയിലേക്ക്. ഇപ്പോഴിതാ കോടതിയിൽ നിന്ന് അതിശക്തമായൊരു വിധി നേടിയെടുത്തിരിക്കുകയാണ് കിറ്റക് സാബു. 2020 ചീഫ് കോർഡിനേറ്ററും കിറ്റക്സ് ഗ്രൂപ്പ് ചെയർമാനുമായ സാബു M. ജേക്കബിനെതിരെ വാർത്തകൾ നൽകുന്നതിൽ നിന്ന് റിപ്പോർട്ടർ TVയെ വിലക്കിയിരിക്കുന്നു. കേസ് അവസാനിക്കുന്നതുവരെ അപകീർത്തികരമായ പരാമർശങ്ങൾ പാടില്ല എന്നാണ് പെരുമ്പാവൂർ സബ് കോടതിയുടെ ഉത്തരവ്. റിപ്പോർട്ടർ TV സംപ്രേക്ഷണം ചെയ്ത വാർത്തകളിൽ പ്രഥമ ദൃഷ്ട്യാ അപകീർത്തിപരമായ പരാമർശങ്ങളുണ്ട് എന്ന് കോടതി നിരീക്ഷിച്ചു. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് നടപടികളിൽ നിന്ന് രക്ഷപ്പെടാനാണ് 2020-യെ NDA മുന്നണിയിൽ കൊണ്ടുപോയി കെട്ടിയത് എന്നായിരുന്നു റിപ്പോർട്ടർ TVയുടെ കണ്ടുപിടുത്തം. ഈ വാർത്തയ്ക്കെതിരെയാണ് സാബു M. ജേക്കബ് കോടതിയെ സമീപിച്ചത്. എന്നാൽ ഈ വാർത്തയിൽ ഒതുങ്ങി നിന്നില്ല റിപ്പോർട്ടർ TV. തുടർച്ചയായി റിപ്പോർട്ടർ കിറ്റക്സിനെ വെല്ലുവിളിച്ചു. റിപ്പോർട്ടർ TV പുറത്തുവിട്ട വാർത്ത വസ്തുതാരഹിതമാണ്. അത് തൻ്റെ വ്യക്തിത്വത്തെയും പാർട്ടി പ്രതിച്ഛായയെയും മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ് എന്ന് സാബു കോടതിയിൽ പറഞ്ഞു. വെറും വിലക്ക് മാത്രമല്ല, അപകീർത്തികരമായ വാർത്തകൾ നൽകി ഉപദ്രവിച്ചതിന് 25 കോടി നഷ്ടപരിഹാരമായി വേണമെന്നും സാബു M. ജേക്കബ് കോടതിയിൽ പറഞ്ഞു. റിപ്പോർട്ടർ TV MD ആൻഡ്രൂ അഗസ്റ്റിൻ ഉൾപ്പെടെ 1 മുതൽ 17 വരെയുള്ള പ്രതികൾക്കാണ് കോടതി ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുന്നത്. സംഗതി അത്ര നിസ്സാരമല്ല. വാർത്താ ചാനൽ കയ്യിലുണ്ട് എന്ന് കരുതി ആരെയും കരിവാരിത്തേക്കാം എന്ന ചിന്ത മാറണമെന്നാണ് ഇപ്പോൾ കിറ്റക് സാബു പറയുന്നത്. സാബു M. ജേക്കബ് വാർത്താ സമ്മേളനത്തിൽ റിപ്പോർട്ടറിനെതിരെ തുറന്നടിച്ചു. റിപ്പോർട്ടർ TVക്കെതിരെ മറ്റു ചില ഗുരുതര ആരോപണങ്ങളും അദ്ദേഹം ഉയർത്തിയിരിക്കുന്നു. വേണ്ടത്ര ലൈസൻസുകളില്ലാതെയാണ് ഈ ചാനൽ പ്രവർത്തിക്കുന്നത്. ചാനലിൻ്റെ ബ്രോഡ്കാസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് പുറത്തുവിടാൻ അദ്ദേഹം മാനേജ്മെൻറ്റിനെ വെല്ലുവിളിച്ചു. ചാനൽ പൂട്ടിക്കാൻ തന്നെ സാബു M. ജേക്കബ് ഇറങ്ങിത്തിരിച്ചിരിക്കുന്നു എന്നർത്ഥം. ചാനലിൻ്റെ പ്രവർത്തനങ്ങളിലെ നിയമവിരുദ്ധത ചൂണ്ടിക്കാട്ടി കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയത്തിന് പരാതി നൽകിയതായും അദ്ദേഹം പറഞ്ഞു. നേരത്തെ രാജീവ് ചന്ദ്രശേഖർ റിപ്പോർട്ടർ TVയെ വെല്ലുവിളിച്ചിരുന്നു. റിപ്പോർട്ടർ TV വ്യാജ വാർത്ത സൃഷ്ടിക്കുകയാണ് എന്ന് നേരത്തെ മാധ്യമസമ്മേളനത്തിൽ സാബു M. ജേക്കബ് പറഞ്ഞിരുന്നു. ഉടമയായ ആൻഡ്രൂ അഗസ്റ്റിനെ അറിയുന്നത് തന്നെ മൈക്രോഫോൺ തട്ടിപ്പിലൂടെയാണ്. പിന്നീട് പേര് കേട്ടത് മരമുറി കേസിൽ. മാസങ്ങളോളം ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി ഒരു ന്യൂസ് ചാനൽ ഏറ്റെടുത്തു. ഒരു ചാനലിലിരുന്ന് തന്നെ മോശമാക്കാൻ ശ്രമിക്കുന്നു. പറയുന്നതൊക്കെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ. ഏതോ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി PR വർക്കാണ് ആ ചാനൽ ചെയ്യുന്നത്. ചാനലിനെതിരെ കൂടുതൽ നിയമ നടപടികളിലേക്ക് താൻ കടക്കും. കിറ്റക്സ് ഗ്രൂപ്പ് ടാക്സ് വെട്ടിച്ചു, നിരന്തരം നിരവധി നിയമലംഘനങ്ങൾ നടത്തി എന്നൊക്കെ വ്യാജ വാർത്തകൾ സംപ്രേക്ഷണം ചെയ്തതിനാണ് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടുള്ള സാബു M. ജേക്കബിൻ്റെ ഹർജി. 2021 മരമുറി കേസിലൂടെയാണ് ആൻഡ്രൂ അഗസ്റ്റിൻ കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് എന്ന് സാബു പറഞ്ഞിരുന്നു. 500ഓളം വർഷം പഴക്കമുള്ള ഈട്ടിത്തടികൾ ആദിവാസികളുടെ ഒപ്പ് വ്യാജമായി നിർമ്മിച്ച് വെട്ടിവിറ്റു എന്നതാണ് ആൻഡ്രോയ്ക്കെതിരെയുള്ള മുഖ്യ ആരോപണം. ഈ കേസുമായി ബന്ധപ്പെട്ട് മുമ്പ് നിരവധി മാസങ്ങളോളം ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട് ആൻഡ്രോയ്ക്ക്. മരം വിട്ടുകിട്ടാനായി കോടതിയിൽ നൽകിയ 27 അപ്പീലുകളും തള്ളപ്പെട്ടു. ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്ക് 5 ലക്ഷം രൂപ കൈക്കൂലി നൽകി എന്ന് ഇദ്ദേഹം തന്നെ വെളിപ്പെടുത്തിയതാണ് എന്ന് സാബു പറഞ്ഞു. കൂടാതെ ഈ ഒരേ രേഖകൾ തന്നെ വിവിധ ബാങ്കുകളിൽ നൽകി തട്ടിപ്പ് നടത്തിയതായും ഇദ്ദേഹത്തിനെതിരെ പരാതികളുണ്ട്. സാബു M. ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള കിറ്റക്സ് ഗാർമെൻറ്റ്സ് കോടികളുടെ നികുതി വെട്ടിച്ചു എന്നായിരുന്നു റിപ്പോർട്ടറുടെ ബിഗ് ബ്രേക്കിംഗ്. GST ഓഡിറ്റിങ്ങിനിടയിൽ നിയമലംഘനം കണ്ടെത്തിയത്രേ. 6 കോടി 12 ലക്ഷം രൂപ കിറ്റക്സ് കമ്പനി വെട്ടിച്ചുവെന്നൊക്കെയാണ് റിപ്പോർട്ടർ സംപ്രേക്ഷണം ചെയ്തത്.
2018 മുതൽ 22 വരെയുള്ള കാലയളവിലാണ് വെട്ടിപ്പ് നടന്നത് എന്നൊക്കെ ചാനൽ റിപ്പോർട്ടിൽ. ഈ കാലയളവിൽ സാബു എം ജേക്കബ് അടച്ചത് വെറും 88,000 രൂപയെന്നാണ് റിപ്പോർട്ടർ TV തട്ടിവിട്ടത്. ഇതിനിടയിൽ കമ്പനിക്കെതിരെ നിക്ഷേപകർ നൽകിയ പരാതി സമയബന്ധിതമായി പരിഹരിച്ചിരുന്നില്ല എന്നും റിപ്പോർട്ടർ പറഞ്ഞു. ഇതേ തുടർന്ന് സെബി നടപടികളിലേക്ക് കടന്നു. കഴിഞ്ഞ ജനുവരിയിൽ 11 ലക്ഷം രൂപ കിറ്റക്സ് കമ്പനി പിഴയൊടുക്കി എന്നൊക്കെ റിപ്പോർട്ടർ തട്ടിവിട്ടു. എന്നാൽ താൻ ഫെമ നിയമം ലംഘിച്ചിട്ടില്ല. ഇത് തെളിയിക്കാൻ കിറ്റക്സ് ഗ്രൂപ്പ് MDയും 2020 പാർട്ടിയുടെ ചീഫ് കോർഡിനേറ്ററുമായ സാബു എം ജേക്കബ് റിപ്പോർട്ടർ TVയെ വെല്ലുവിളിച്ചു. ഇതുവരെ തൻ്റെ വ്യാവസായിക ജീവിതത്തിൽ 1 രൂപയുടെ സാമ്പത്തിക തിരിമറിയോ പിഴയോ കിറ്റക്സിന് മേൽ ഉണ്ടായിട്ടില്ല എന്നാണ് സാബു അവകാശപ്പെടുന്നത്. ഒരു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളെയും താൻ ഭയക്കുന്നില്ല എന്നും സാബു എം ജേക്കബ് പറഞ്ഞിരുന്നു. തനിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏത് നടപടികൾ സ്വീകരിച്ചു എന്ന് സാബു എം ജേക്കബ് റിപ്പോർട്ടറെ വെല്ലുവിളിച്ചപ്പോൾ ഇതാണ് രേഖ എന്ന് പറഞ്ഞൊരു പേപ്പർ തുണ്ട് സംപ്രേഷണം ചെയ്തിരുന്നു റിപ്പോർട്ടർ. പണ്ട് ശങ്കരാടി പറഞ്ഞതുപോലെ ആ കൈ ഉയർത്തി ഇതാണ് രേഖ എന്ന് പറഞ്ഞു വെക്കുന്നത് പോലെ. വിദേശത്തേക്ക് വസ്ത്രം കയറ്റുമതി ചെയ്യുന്ന സ്ഥാപനമാണ് കിറ്റക്സ് ഗാർമെൻറ്റ്സ്. അതുകൊണ്ട് തന്നെ ചില സംശയങ്ങൾ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനുണ്ടാകാം. ഇക്കാര്യങ്ങൾ സാബു എം ജേക്കബിൻ്റെ കമ്പനിയോട് എഴുതി ചോദിച്ചിരുന്നു ED. അതിനുത്തരം പറയാൻ സാബു എം ജേക്കബ് നേരിട്ട് അവിടെ ഹാജരായില്ല. പകരം ഉദ്യോഗസ്ഥരെയാണ് അയച്ചത്. ഇതാണ് അത്ര വലിയ കണ്ടുപിടുത്തമായി റിപ്പോർട്ടർ TV അവതരിപ്പിച്ചത്. സ്ഥാപനത്തിൻ്റെ നടത്തിപ്പ് വളരെ കൃത്യമായി നടത്തിക്കൊണ്ടുപോകുന്നു എന്ന് സാബു പറഞ്ഞു. രാഷ്ട്രീയ താൽപ്പര്യം മുൻനിർത്തി ഒരു ചാനൽ തന്നെ ആക്രമിക്കുന്നു എന്ന് കോടതിയിൽ മാത്രമല്ല മാധ്യമപ്രവർത്തകരോടും സാബു ആവർത്തിച്ചു പറഞ്ഞു. സംഗതി കേസ് കടുക്കും എന്നുറപ്പാണ്. ഇനി റിപ്പോർട്ടർ TVയുടെ ഭാവി, അത് സംബന്ധിച്ച് ചില ആശങ്കകൾ പരക്കുന്നു. ഈ അടുത്ത കാലത്ത് സുജയ പാർവതി ഉൾപ്പെടെ പലരും റിപ്പോർട്ടർ TV വിട്ട് ബിഗ് TVയിലേക്ക് ചേക്കേറിയിരുന്നു. നമ്മുടെ അരുൺകുമാറിൻ്റെ കാര്യമോർത്താണ് സമൂഹ മാധ്യമങ്ങളിൽ ചിലർ പരിതപിക്കുന്നത്. പാവം അരുണിൻ്റെ ഗതി എന്താകും? ആ കിടറേഷ് പോയതുപോലെ നേരെ AKG സെൻറ്ററിലേക്ക് പോയി ഏതെങ്കിലും ഒരു സൈബർ ടീമിൻ്റെ ചുമതല അരുൺകുമാർ ഏറ്റെടുത്താൽ നല്ലതല്ലേ എന്നൊക്കെ ചോദിക്കുന്ന സമൂഹ മാധ്യമ കുറിപ്പുകൾ ധാരാളം. ഇടതുപക്ഷ ഭരണം നിലംപൊത്തിയാൽ അത് റിപ്പോർട്ടർ TVക്ക് വലിയ വെല്ലുവിളി ഉയർത്തുമെന്നൊക്കെ കരുതുന്നവരുണ്ട്. കാരണം കോൺഗ്രസ് നേതാവ് അടൂർ പ്രകാശ് ഈ അടുത്ത കാലത്ത് റിപ്പോർട്ടർ TVയെ പച്ചയ്ക്ക് വെല്ലുവിളിച്ചിരുന്നു. ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ കാണിച്ചു തരാമെന്നാണ് അന്ന് അടൂർ പ്രകാശ് പറഞ്ഞത്. രാജു ചന്ദ്രശേഖറും സമാനമായ ചില മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുമായി ഒരു ചാനലിനെ മുന്നോട്ട് വിടില്ല എന്നാണ് രാജു ചന്ദ്രശേഖർ പറഞ്ഞത്. പക്ഷേ പറയുന്നത് പോലെയല്ല. കിറ്റക്സ് സാബു പറഞ്ഞാൽ പറഞ്ഞതാണ്. പറയുന്നത് ചെയ്തിരിക്കും, ചെയ്യുന്നത് അദ്ദേഹം ഉച്ചത്തിൽ പറഞ്ഞിരിക്കും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.